അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നേ. രാവിലെ നോക്കിയപ്പോഴത്തേക്കും നല്ല മഞ്ഞ്. കാരണം നമ്മുടെ അക്കരയും ഇക്കരയും ആയിട്ട് മൊത്തം റബ്ബറും തോട്ടങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ റബ്ബർ മരങ്ങൾ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്കും പാത്തുവിനും ചെറിയ ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ മഞ്ഞത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. മൊബൈലിലൊട്ടും ചാർജ് ഇല്ലായിരുന്നു. ചാർജിനൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ ഇട്ടില്ല. 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ശരിക്കും ഞാൻ 2 മണിക്ക് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലും കൂടെ പോകുന്ന ധൃതിക്ക് അപ്ലോഡിന് വെച്ചു. പിന്നെ ഞാൻ സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് മൊബൈൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമുക്കത് പബ്ലിക് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പബ്ലിക് ആക്കാനായിട്ട് മൊബൈൽ എടുക്കുമ്പോഴത്തേക്കും മൊബൈൽ ഓഫായി കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം ആ വ്ളോഗ് വന്നത്. ആ വ്ളോഗ് ഓടിയതൊന്നുമില്ല. പിന്നെ പൊതുവേ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പം വ്യൂസ് വളരെ കുറവാണ്. എന്നിരുന്നാലും ആ ഓടുന്നതിനനുസരിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഓടുന്നതിനനുസരിച്ചിട്ടുള്ള വ്യൂ ഒന്നും മിനിഞ്ഞാന്നിട്ട വീഡിയോയിൽ ഇല്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ സമയം തെറ്റിയിട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ 2 കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഗോതമ്പ് മാവും വെച്ച് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാപ്പാക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിയപ്പം ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പണ്ടെപ്പോഴും ഉള്ളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഷോ കാണിക്കുന്ന എന്തോന്നറിയാമോ? നമ്മുടെ ഫേസ് കാണിച്ചിട്ടല്ലല്ലോ നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരോ ഇട്ട ഒരു കമൻറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ തുടക്ക വീഡിയോയിലൊക്കെ ഫേസ് കാണിച്ച് മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലും മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാതിരിക്കുന്നത്. നമ്മൾ ഉള്ളിയപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് അപ്പുറത്തെ അടുപ്പിലോട്ടിരുന്ന് റെഡി ആവുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ വിറകടുപ്പിൽ ചാരമൊക്കെ വാരി അവിടെയൊക്കെ വൃത്തിയാക്കി അനിയത്തി തീയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിൽ ചോറ് വെക്കണം, ഒന്നിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ജീരക വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ജീരക വെള്ളം തിളപ്പിക്കണം. സൗണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി നാളത്തെ സ്ഥിതി എന്താവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ജലദോഷം, പനി, തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ സൗണ്ട് അങ്ങ് പോവും, മൊത്തത്തിൽ പോവും, നല്ല രീതിയിൽ അങ്ങ് അടയും. പിന്നെ സൗണ്ട് ഇങ്ങനെ തീരെ പുറത്തു വരാത്തൊരു സൗണ്ട് ഉണ്ടല്ലോ, തൊണ്ട അടഞ്ഞിട്ടുള്ളൊരു സൗണ്ട്, അതുപോലെ ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കമായെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. നല്ല രീതിയിൽ സൗണ്ട് മാറിയിട്ടുണ്ട്. എന്നാൽ തൊണ്ടവേദനയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ എനിക്ക് പെട്ടെന്ന് അലർജി ഉണ്ട്. അലർജിയുടെ നല്ല തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റടിച്ചിരുന്നാലും ജലദോഷം വരുന്നൊരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ അല്ലേ. പകലൊക്കെ നല്ല ചൂടാണെങ്കിലും രാത്രി നല്ല തണുപ്പാണ്. രാത്രിയും രാവിലെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ. പ്രത്യേകിച്ച് ഡിസംബർ മാസം ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ഉള്ളിയപ്പത്തിൻ്റെ റെസിപ്പി പറയാം കേട്ടോ. കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചധികം കൊച്ചുള്ളി വേണമേ. കൊച്ചുള്ളിയുടെയൊക്കെ മണമാണ് നമ്മൾ ഈ അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ കൊച്ചുള്ളി അല്ലാതെ സവോളയൊന്നും എടുക്കരുത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, തേങ്ങാപ്പാൽ. അപ്പോൾ ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തേങ്ങയും കൂടെ തിരുമ്മിയെടുത്തിട്ട് നന്നായിട്ട് അരിമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിമാവ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തഴവിയുള്ള മാവായിരുന്നു കേട്ടോ. നമ്മൾ ഉരട്ടിക്കൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ ആ മാവായിരുന്നു. ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അത് ഒഴിച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വെറുതെ അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ, കലക്കിയതിന് ശേഷം. പിന്നെ അടച്ചു വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു കട്ടനിട്ട് കുടിച്ചിട്ടാണ് നമ്മൾ അടുക്കളയിലോട്ട് വന്ന് നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലേ ഒരു ഉഷാർ വരത്തുള്ളൂ. കാക്കകൾ ഇവിടെ തകർത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. അവരെ ഞാൻ മൈൻഡ് ആക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കത്തില്ല. കാക്ക ഒരു ശല്യം ഇല്ലെന്ന് കാണുമ്പോഴത്തേക്കായിരിക്കും ഞാൻ വോയിസ് കൊടുക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ എവിടെന്നെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് എന്നെ നോക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഫാമിലി ആയിട്ടിങ്ങ് വരും കേട്ടോ.
അപ്പോൾ അതേ നമ്മൾ ഇത് ഇരുമ്പ് ചട്ടിക്കകത്താണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. നമ്മൾ ഇതിപ്പോൾ പാനിലിങ്ങനെ പാനിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ചുട്ടെടുക്കേണ്ടത് ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പ് ചട്ടിക്കകത്താണ് ചുട്ടെടുക്കേണ്ടത്. ഇരുമ്പ് ചട്ടി ആണെങ്കിൽ രാവിലെ ഒരു പരീക്ഷണത്തിന് വയ്യാത്തത് കൊണ്ട് ഞാൻ നിന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിന് ചില പണിമുടക്കുകളുണ്ട്. ചിലപ്പോൾ അടിയിലിങ്ങനെ മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കടിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇളക്കിയെടുത്ത് ബുദ്ധിമുട്ടാൻ വയ്യ. അതുകൊണ്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. പുട്ടും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെ അപ്പപ്പാനുണ്ടല്ലോ, അപ്പം ഉണ്ടാക്കുന്നത്, അതിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. ഒരു 7-8 ഉണ്ടായിരുന്നു. ഒരു 8 ഒക്കെ വരും കേട്ടോ. അതിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ വീട്ടിൻ്റെ അയൽവാസി ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് മലര്. പിന്നെ സ്വീറ്റ്സ് ആയിട്ട് എന്തൊക്കെയോ അതിൽ കിടപ്പുണ്ട്. നല്ല മധുരം, എന്തോ പറയുന്നത്, മധുരസേവ ഉണ്ടല്ലോ. മധുരസേവ എന്നാണ് നമ്മൾ ആ കിടക്കുന്ന നുറുക്ക് പോലെ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഞങ്ങൾ മധുരസേവ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ചെറിയ മുറുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, മുറുക്ക്. അപ്പോൾ അരവണ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ സമയത്തെ മനസ്സിലായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം എടുത്ത് കഴിക്കുമെന്ന് പേടിച്ചിട്ടേ, തണുപ്പല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനും വീട്ടിലുള്ളവരും കൂടെ കഴിച്ചങ്ങ് തീർത്തു കേട്ടോ. പാത്തുന് കൊടുക്കാനായിട്ട് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല അലർജിയൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈക്ക് ഒതുങ്ങത്തില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അരവണ പായസമൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടുവരും കേട്ടോ. നമ്മൾ ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ അരവണ പായസം. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, ചായ ഇട്ട പാത്രങ്ങൾ. ഞാൻ സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുവാണെങ്കിൽ അപ്പോഴെപ്പോഴും ഞാൻ കഴുകി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പണി. ഞാനെന്നല്ല, എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. കാണുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഒരു ജോലിയും നടക്കത്തില്ല അന്നത്തെ ദിവസത്തെ. അടുക്കളയിൽ ഏറ്റവും പാടുള്ളൊരു ജോലി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഒന്നും കഴുകി വെച്ചില്ലായിരുന്നു കേട്ടോ. എല്ലാം പാത്രത്തിൽ ഇങ്ങനെ ബേസിനിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റാണ് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തത്. അതൊരു ജോലി തന്നെയായിരുന്നു കേട്ടോ. കുറേ സമയം പോവുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടു. ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടായിരുന്നു. കുറച്ച് തുണികളൊക്കെ പൊടികളിലും മുക്കിയും കൂടെ വെച്ച് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ പുറകുവശത്തെ അയ്യമാണ്. അപ്പോൾ നമ്മുടെ തേക്ക് കൊടുത്തിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ അതൊന്നും അവർ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, മുറിച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിറക് അവരിങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് തീയൊക്കെ എരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറേയൊക്കെ നമ്മൾ തലേന്ന് തന്നെ പറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരുണ്ട്, അതുകൊണ്ടാണെന്ന് അവർ വന്നത് മുറിച്ചു മാറ്റിയത്. മൊത്തം കാട് കയറി കിടക്കുക കേട്ടോ. അപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ ഈ പരിപാടിയൊന്നും ചെയ്യുന്നില്ല, എന്തോ തൊഴിലുറപ്പിൻ്റെ പണിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ചേച്ചിമാർ വരും. അപ്പോൾ തടി അവിടെ കിടന്നു കഴിഞ്ഞാൽ അവർക്കത് വൃത്തിയാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇത് വിറകെല്ലാം പറക്കിയിട്ടതിന് ശേഷം നേരെ ഇനി വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനി ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ചാളയായിരുന്നു കേട്ടോ. അത് കുറച്ച് വറുത്തു. നമ്മുടെ ഉണക്കമീൻ കുറച്ച് നെത്തോലി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പയ്ക്ക് തോരനും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ.